ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകം 31 അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. ഇവിടെ യഹോവയായ ദൈവം ആവശ്യപ്പെടുന്നത്, മോശയോട് ആവശ്യപ്പെടുന്നു, മിഥ്യാന്യരെ മുഴുവൻ നീ കൊന്നുകളയണം. കാരണം ഇസ്രായേൽ ജനം ബാൽ ദൈവത്തെ ആരാധിക്കുവാൻ ആയിട്ട് അവർ മാറാൻ കാരണം ഈ മിഥ്യാന്യ അഥവാ ഈ മോവാബി ദേശക്കാരാണ്. നമുക്കറിയാം, മോവാബി രാജാവായ ബാലാക്ക് ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി പ്രവാചകനായ ബിലിയാമിനെ വിളിച്ചുകൊണ്ട് വന്നതും ബിലിയാം ശാപത്തിന് പകരം അനുഗ്രഹം കൊടുക്കേണ്ടി വന്നതും അതിനായിട്ട് പിന്നെ ബിലിയാമിന് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങളും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ബാലാക്കിന് ബുദ്ധി പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ സ്ത്രീകൾ ചെന്ന് ഇസ്രായേൽ പുരുഷന്മാരെ വശീകരിക്കുക. അങ്ങനെ ഇസ്രായേൽ പുരുഷന്മാരൊക്കെ അവരുടെ ആ സുന്ദരികളായ സ്ത്രീകളുമായി പരസംഗത്തിൽ ഏർപ്പെടുകയും അത് മുഖാന്തരം അവരുടെ ദൈവമായ ബാൽ ദൈവത്തെ ആരാധിക്കുവാൻ കാരണമായിട്ട് തീരുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് യഹോവയായ ദൈവം കോപിച്ച് അവിടെ ബാധ ഇറക്കിയതും അത് മുഖാന്തരം ഇസ്രായേൽ അനേകായിരം ആളുകൾ ആ മരുഭൂമിയിൽ ചെത്തുപോയതും അവർക്ക് അവിടെ ഇത് മരിച്ചു വീണതുമായ സംഭവങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചതാണല്ലോ. അപ്പം അതിനു പകരം ദൈവം ആ പാപത്തിന് ഇസ്രായേൽ ജനത്തെ പ്രേരിപ്പിച്ച മിഥ്യാന്യരെ മോവാബിരെ മുഴുവൻ നശിപ്പിക്കുവാൻ ഇവിടെ ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി യഹോവയായ ദൈവം ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നവനാണോ എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. എന്താ കാരണമെന്ന് നോക്കിയാൽ, പുതിയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പാപത്തോട് ദൈവം ഒരിക്കലും സഖ്യത കൂടാൻ തയ്യാറല്ല. തൻ്റെ ആളുകളും തൻ്റെ വിശ്വാസികളും പാപത്തോട് സഖ്യത കൂടുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് ആ മോവാബി ദേശക്കാരെ മിഥ്യാന്യരുടെ ഉള്ള കാലത്തോളം ഇസ്രായേൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അപ്രകാരം ഒരു നിയമം മോശയോട് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മിഥ്യാന്യരെ അവരോട് നീ യുദ്ധം ചെയ്ത് അവരെ നശിപ്പിച്ച കാരണം അതിനുശേഷം നീയും നിൻ്റെ പിതാക്കന്മാരോട് ചേരും. മോശയുടെ മരണവും ദൈവം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ മോശ യഹോവ പറഞ്ഞതുപോലെ ചെയ്യാൻ ഇവിടെ തയ്യാറാവുകയാണ്. ഒരു നേതാക്കന്മാരും ഇപ്രകാരം ചെയ്യുന്നതല്ല. മോശയ്ക്ക് ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ പോലും അനുവദിക്കാതെ ഇത്രയും നാൾ ഇസ്രായേൽ ജനത്തെ വഴി നിർത്തിക്കൊണ്ടുവന്ന ഈ കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ച മോശയെ അതിന് ദൈവം അനുവദിക്കാതെ തൻ്റെ വായിൽ നിന്ന് വന്ന ചെറിയൊരു വാക്കിന് തന്നെ യഹോവയായ ദൈവം കഠിനമായി ശിക്ഷിക്കുകയാണ് മോശയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ മോശ അതിലൊന്നും നിരാശരല്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ താൻ മരിച്ചാൽ എവിടെ ചെല്ലുമെന്ന് മോശയ്ക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് മോശ അതിന് ഇവിടെ തയ്യാറാവുകയാണ്. അങ്ങനെ മിഥ്യാന്യരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രങ്ങളിൽ 1000 പേരെ വീതം ഫിനെഹാസിൻ്റെ നേതൃത്വത്തിൽ അവിടെ അവർ ആ യുദ്ധത്തിലായിട്ട് അവിടെ വേർതിരിക്കുകയാണ്. ഫിനെഹാസ് നമുക്കറിയാം, അഹറോൻ്റെ പുത്രൻ, ഇപ്പോൾ മഹാപുരോഹിതനായ എലെയാസാറിൻ്റെ മകനാണ്. അവനെ തീക്ഷ്ണവാനാണ്. ആ വ്യഭിചാര കുറ്റം ചെയ്ത സമയത്ത് ഈ ഫിനെഹാസ് അവിടെ ഉണ്ടാകുന്ന ഒരു ഇസ്രായേൽക്കാരനെയും ഒരു മോവാബി സ്ത്രീയെയും കുന്തം കൊണ്ട് കുത്തിക്കൊന്നതും അതോടുകൂടി ബാധ അവിടെ നിന്ന് നീങ്ങിപ്പോയതൊക്കെ സംഭവങ്ങൾ നമ്മൾ നേരത്തെ കേട്ടതാണ്. അങ്ങനെ ഫിനെഹാസിൻ്റെ ആ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മിഥ്യാന്യരെ യുദ്ധം ചെയ്ത് അവിടെ ആരോഗ്യവാന്മാരായ എല്ലാ പുരുഷന്മാരെയും അവിടെ അവർ കൊന്നുകളഞ്ഞു. അത് കഴിഞ്ഞ് അവരുടെ സ്വത്തുക്കളൊക്കെ കൊള്ളയടിച്ച് അവർ മടങ്ങി വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എലെയാസാറും അല്ലെങ്കിൽ ഇസ്രായേലിലെ ആ നേതാക്കന്മാരും ഒക്കെയും അവിടെ കൂടി. ആ സമയത്ത് മോശ അവരോട് കോപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ സ്ത്രീകളെ മാത്രം നിങ്ങൾ കൊന്നില്ല? പുരുഷന്മാരെയൊക്കെ കൊന്നു. അവരുടെ ആടുമാടുകളും സ്ത്രീകളും സ്വർണങ്ങളും അവരുടെ സമ്പത്തുമായിട്ടാണ് അവർ യുദ്ധം ചെയ്ത് കീഴടക്കി അവരെല്ലാം പിടിച്ചടക്കിക്കൊണ്ടുവരികയാണ്. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, ഈ പാപത്തിന് കാരണം ആ സ്ത്രീകളാണ്. അതുകൊണ്ട് പുരുഷൻ തൊടാത്ത അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ ഒഴികെ ബാക്കി എല്ലാവരെയും നിങ്ങൾ കൊന്നുകളയണം. കാരണം അവരായിരുന്നു ആ പരസംഗത്തിൽ ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഇത് പ്രേരിപ്പിച്ചത്. യഹോവയുടെ സ്ഥാനത്ത് നിന്ന് മോശ അവിടെ അത് കൽപ്പിക്കുകയാണ്. കാരണം പാപത്തോടൊരിക്കലും സഖ്യത കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഇസ്രായേൽ ജനം എല്ലാം ചെന്ന് അവരെ മുഴുവൻ അവിടുന്ന് കൊന്നൊടുക്കുന്നതായി ഇവിടെ വായിക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞു, ആ അശുദ്ധരെ സ്പർശിച്ച് നിങ്ങൾ ശുദ്ധീകരണം നിങ്ങൾ പ്രാപിക്കണം. അവിടുന്ന് നിങ്ങൾ കൊള്ള ചെയ്ത് കൊണ്ടുവന്ന സ്വർണം, വെള്ളി, ഇരുമ്പ് അങ്ങനെയുള്ളതായ സാധനങ്ങളൊക്കെ തീയിൽ അഗ്നിശുദ്ധി വരുത്തണം.
അതിനുശേഷം ശുദ്ധജലത്തിൽ അതിനെ കഴുകി അതിനെ ഇത് വെടിപ്പുള്ളതാക്കി മാത്രം നിങ്ങളതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ആ യുദ്ധത്തിൽ പോയി അവരെ സ്പർശിക്കേണ്ടി വന്നവരൊക്കെ 7 ദിവസവും ശുദ്ധീകരണം ആയിട്ട് അവർ ആചരിക്കുകയും അതിന് ശേഷം ആ ശുദ്ധീകരണ പ്രക്രിയകളൊക്കെ ചെയ്ത് അവർ ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ എന്നിട്ട് പറയുന്നത് നമുക്കിവിടെ ആ കൊള്ള മുതലൊക്കെ അവരിവിടെ പങ്കിടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പുതിയ നിയമ ചിന്തയുമായിട്ട് നമ്മൾ പുതിയ നിയമത്തിലുമായിട്ട് നമ്മൾ ഈ വേദഭാഗത്തെ നമ്മൾ താരതമ്യം ചെയ്യേണ്ട പാപത്തോട് വിട്ടു നിൽക്കേണ്ടതായ ആവശ്യകതയാണ്. പാപകരമായ ഒന്നിനോടും നമുക്ക് കോംപ്രമൈസ് ഇല്ല. അത് ഭക്ഷണപാനീയങ്ങളായാലും കൊള്ളാം, അല്ലെങ്കിൽ ജീവിത രീതികളായാലും കൊള്ളാം, സംസാര രീതികളായാലും കൊള്ളാം, മനോഭാവമായാലും കൊള്ളാം, അതിനെയൊക്കെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. അല്ലാതെ പകുതി പാപത്തിലും പകുതി ദൈവത്തിലുമായി ജീവിക്കുക എന്നുള്ളത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കറിയാം, വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ലവോദിക്ക സഭയോട് അവിടെ പറയുന്നതാണ്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ എൻ്റെ വായിൽ നിന്ന് ഞാൻ നിന്നെ ഉമിണ്ണുകളയും, അഥവാ നിന്നെ ഞാൻ ഇത് തുപ്പിക്കളയും. ചൂടുവെള്ളവുമല്ല പച്ചവെള്ളവുമല്ല, അല്ലാത്ത അവസ്ഥ വാട്ടവെള്ളത്തിൻ്റെ അനുഭവമാണ്. ഒന്നിൽ നീ നീതിമാനായിരിക്കുക, അല്ലെ പാപിയായിരിക്കുക. നീ ഇത് രണ്ടുമല്ല. അതായത് പകുതി പാപത്തിലും പകുതി ദൈവത്തിലുമായിരിക്കുന്ന ഒരു അവസ്ഥ. ദൈവത്തോടും പാപത്തോടും ഒരുപോലെ സഖ്യത കൂടുന്ന മനോഭാവം ഇന്ന് കൂടുതൽ ആളുകളിൽ നമുക്ക് വിശ്വാസികളെന്ന് പറയുന്ന ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ഈ മനോഭാവത്തോടു കൂടി ജീവിക്കുന്നവരാണ്. പാപത്തോടും ദൈവത്തോടും സഖ്യത കൂടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരിക്കലും അത് അനുവദിക്കുകയില്ല. ദൈവത്തിന് നമ്മൾ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ എല്ലാ രീതിയിലും നമ്മൾ വിശുദ്ധി പ്രാപിച്ചവരായിരിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്ക് ജീവിക്കാൻ സൗകര്യം പാപത്തോടും ദൈവത്തോടും ഒരുപോലെ സഖ്യത കൂടുന്നതാണ്. അതാണ് നമുക്ക് ആരെയും മണക്കാതെ ഉള്ളതായ ഒരു ജീവിതമെന്ന് പറയുന്നത്. അതൊരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ദൈവം എപ്പോഴും സത്യവും നീതിയും ഒക്കെയാണ്. ആ ഒരു അനുഭവത്തോട് നമുക്ക് ജീവിക്കാൻ സാധിക്കണം. പാപത്തോട് നമുക്ക് സഖ്യത പാടില്ല എന്നുള്ള വലിയ ഒരു ഗുണപാഠമാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് ലഭിക്കുന്നത്. അതനുസരിച്ച് നമ്മിലുള്ള പാപസ്വഭാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് കളയുവാൻ തക്കവണ്ണം ദൈവമേ പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.